ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡും മുട്ടയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. എങ്ങനെയാണ് നോക്കാം. ആദ്യം ഇതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിത് ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞാണ് അത് ചേർത്ത് കൊടുക്കുക. ഇനി വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഈ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, മിഡിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 2 മുട്ട അതിൽ പൊട്ടിച്ച് വെച്ചിട്ടൊന്ന് ചിക്കിയെടുക്കണം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി എരിവിനനുസരിച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് capsicum ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2-3 പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്രെഡിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കലാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്തെടുക്കുന്ന പീസസ് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ എടുത്ത് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ. ഇപ്പോൾ എല്ലാ പീസും അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഈ ബ്രെഡ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. ഇതേപോലെ നന്നായിട്ട് പരത്തണം. ഇനി അതിലേക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് മൈദയും വെള്ളവും കൂടി ഒന്ന് കലക്കിയെടുത്താണ്. ഇത് നമുക്കിതിൻ്റെ ഈ സൈഡ്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് നല്ലൊരു പില്ലോ പോലെ വന്നിട്ടുണ്ട്. അതേപോലെ എല്ലാ പീസസും ഫില്ല് ചെയ്തെടുക്കാം.
ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്തെടുത്ത ബ്രെഡൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ ഒരു സൈഡൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള പീസും ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വിത്ത് എഗ് ഫില്ലിംഗ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതേപോലെ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.